മഴ കളി തുടരുന്ന ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മൂന്നാം ടെസ്റ്റ് സമനിലയിലേക്ക് നീങ്ങുകയാണ്. കളിയുടെ ഭൂരിഭാഗവും മഴ കവർന്നു കഴിഞ്ഞു. ഇനി ടെസ്റ്റിൽ വിജയ സാധ്യതയുള്ളത് ഓസ്ട്രേലിയക്ക് മാത്രമാണ്. കളി സമനിലയിൽ അവസാനിച്ചാൽ അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ നേട്ടമായിരിക്കും. എന്നാൽ ഒരു ദിവസം കൂടി ബാക്കി നിൽക്കെ വിജയം തന്നെയാണ് ഓസ്ട്രേലിയൻ ടീം ആഗ്രഹിക്കുന്നത്. ഗാവ ടെസ്റ്റിൽ ജയിക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞതിനാൽ നാലാം അംഗത്തെക്കുറിച്ചാണ് ടീം ഇന്ത്യ ഇനി പ്ലാൻ ചെയ്യേണ്ടത്. ഈ മാസം 26 മുതൽ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ബോക്സിംഗ് ഡേ ടെസ്റ്റാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ കളിക്കുന്നത്. ഇതിന് എന്ത് വില കൊടുത്തും ജയിക്കണമെന്ന് തന്നെയാണ് ഇന്ത്യയും ലക്ഷ്യമിടുന്നത്. ടീം കോമ്പിനേഷനുകളിലും പ്ലേയിങ് ലെവലിലും മാറ്റം വരുത്തുക എന്നതല്ലാതെ ഇന്ത്യക്ക് വേറെ വഴിയില്ല. ഇന്ത്യ പ്ലേയിങ് ലെവലിൽ വരുത്തേണ്ട ആദ്യ മാറ്റം രോഹിത് ശർമ്മയെ 6ാം നമ്പറിലേക്ക് വിട്ട് ഓപ്പണിംഗിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ്. തന്റെ പഴയ പൊസിഷനായ 6ാം നമ്പറിലേക്ക് മാറിയ ശേഷം ബാറ്റിംഗിൽ അതിദയനീയമായി രോഹിത് വീണ്ടും പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ മധ്യനിരയിൽ രോഹിതിന് അടുത്ത ടെസ്റ്റിൽ തീർച്ചയായും കളിക്കാൻ സാധിക്കില്ലെന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വിരാട് കോഹ്ലിയുടെ ഫോമും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ്. കോഹ്ലി ഒരേ രീതിയിൽ പുറത്താക്കുന്നത് ഇന്ത്യക്കുണ്ടാക്കുന്ന തലവേദന ചെറുതല്ല. ശുഭ്മാനെങ്കിലും വേണ്ട പോലെ മികച്ച രീതിയിൽ കളിക്കാത്തതും ഇന്ത്യക്ക് വലിയ രീതിയിൽ സമ്മർദ്ദമാക്കുന്നുണ്ട്. ഫോളോ ഓൺ ഒഴിവാക്കുന്നതാണ് ഈ സമയത്ത് ഇന്ത്യക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. 139 പന്തിൽ 8 ഫോറുകൾ നേടിയ KL രാഹുലിന്റെ 84 റൺസാണ് ഇന്ത്യൻ ഇന്നിംഗ്സിന് നെടുന്നുണ്ടായത്. രവീന്ദ്ര ജഡേജയും അർദ്ധ സെഞ്ചുറി നേടി ക്രീസിൽ തുടരുകയാണ്. രോഹിത് ശർമ്മ, ഋഷഭ് പന്ത്, വിരാട് കോഹ്ലി എന്നിവരെല്ലാം ബാറ്റ് ചെയ്ത് പരാജയപ്പെട്ടു. മറുവശത്ത് പാറ്റ് കമ്മിൻസും മിച്ചൽ സ്റ്റാർക്കും ചേർന്നാണ് ഇന്ത്യയെ അതീവ സമ്മർദ്ദത്തിലാക്കുന്നത്. നിതീഷ് റെഡ്ഡിയുടെ വിക്കറ്റ് കൂടെ ലഭിച്ചത് ഓസ്ട്രേലിയക്ക് വലിയ നേട്ടമായി തന്നെ അവർ കണക്കാക്കുന്നുമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരത്തിന് ഇറങ്ങിയതെങ്കിലും 4ാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യാമെന്ന പ്രതീക്ഷയാണ് ഇന്ത്യയെ കൊണ്ട് ആദ്യം ബോൾ ചെയ്യിച്ചത്. എന്നാൽ ഫോളോ ഓൺ സംഭവിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പദ്ധതികളെല്ലാം പാളും. വലിയ രീതിയിലുള്ള വിമർശനവും ഇന്ത്യക്ക് നേരെ ഉയരാൻ സാധ്യതയുണ്ട്. ബോളേഴ്സ് വേണ്ട പോലെ നിലവാരത്തിലേക്ക് ഉയരാത്തത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാന വെല്ലുവിളിയാണ്. ബുംറ ഒഴിച്ചാൽ മറ്റാർക്കും കാര്യമായ മത്സരത്തിലൊന്നും ചെയ്യാനില്ലാത്തതും സമ്മർദ്ദമുണ്ടാക്കുന്നു.